അൻവർ ഇപ്പോൾ അവിടെ TMC-യുടെ നിർണായക യോഗം അതിന് അവിടെ ചേർന്നുകൊണ്ട് അവിടെ അൻവർ എത്തിയിട്ടുണ്ട്. അൻവർ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. UDF ചർച്ചകളൊന്നും ഇല്ലല്ലോ. എനിക്ക് അങ്ങനെ ചർച്ച നടക്കുന്നത് അറിയില്ല. അവരുടെ ക്യാമ്പിലെ ചർച്ച ഞാനെങ്ങനെ അറിയാം? UDF നേതൃത്വം എന്ന് പറയുന്നത് UDF ചെയർമാനാണല്ലോ അല്ലേ? അദ്ദേഹം ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. അദ്ദേഹം ഒരു വിളിയും വിളിച്ചിട്ടില്ല. അല്ല, അതിപ്പോ കോൺഗ്രസ് ലീഡർഷിപ്പിൽ നിന്നുണ്ട്, മുസ്ലിം ലീഗ് ലീഡർഷിപ്പിൽ നിന്ന്, അതൊക്കെ വ്യക്തിപരമായ ചർച്ചകളാണ്. വ്യക്തിപരമായ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ലീഡർഷിപ്പിലുള്ള ആളുകൾ വ്യക്തിപരമായ എൻ്റെ ബന്ധം ഉള്ളത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് അവർ ഈ പറയുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അല്ല, ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പ് PV അൻവറിനെ ഒതുക്കാനാണോ UDF ചെയർമാൻ ഉദ്ദേശിക്കുന്നത്, അതല്ല പിണറായി ഒതുക്കാനാണോ? അല്ല, ഒരു തെരഞ്ഞെടുപ്പ് രംഗത്താണല്ലോ, നോമിനേഷൻ 2 ദിവസം കഴിഞ്ഞാൽ കൊടുക്കണം. അപ്പോൾ കേരളത്തിലെ ജനങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി, ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം PV അൻവറിനെ ഒതുക്കലാണോ അതോ പിണറായി ഒതുക്കലാണോ UDF ചെയർമാൻ്റെ ഉദ്ദേശം? അത് വളരെ ക്ലിയർ അല്ലേ? PV അൻവറിനെ ഒതുക്കാനാണ് ഈ തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. എന്തിനാ ഒതുക്കുന്നത്? ഞാനും അദ്ദേഹം തമ്മിൽ എന്ത് പ്രശ്നമുള്ളത്? ഈ കോലത്തിൽ അദ്ദേഹം ഒരു നിലപാടെടുക്കേണ്ട ഒരു പ്രശ്നങ്ങളും ഞങ്ങൾ തമ്മിലില്ല. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു നിഗൂഢമായ എന്തോ ലക്ഷ്യം അദ്ദേഹത്തിനുണ്ട്. അതൊരു പക്ഷേ UDF ലീഡർഷിപ്പ് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവില്ല. ആ നിഗൂഢ ലക്ഷ്യം എന്താണ് എന്ന് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏകദേശ രൂപമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു കാര്യം ജനങ്ങളോട് പറയുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം. ഞാൻ ഈ കാര്യം AICCയുടെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണല്ലോ. ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു അതോറിറ്റിയോട് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അതിൻ്റെ അടുത്ത അതോറിറ്റിയോട് സംസാരിക്കും. ഞാൻ അദ്ദേഹത്തിലാണെന്ന് പ്രതീക്ഷ അർപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞാണ്, ജനങ്ങളോട് പറഞ്ഞതാണ്. അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഇന്നലെ 5 മണിക്ക് എന്നോട് കോഴിക്കോട് എത്താൻ വേണ്ടി പറഞ്ഞു. ബഹുമാനപ്പെട്ട കുഞ്ഞനാടി സാഹിബ് അടക്കം ഇടപെട്ടിട്ടാണ് KCയെ വിളിച്ച് പറയുന്നത് അൻവറിന് സംസാരിക്കാനുണ്ട്, ഓക്കെ എന്ന് പറഞ്ഞതാണ്. അദ്ദേഹം ഓക്കെ പറഞ്ഞതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ വിളിച്ചിട്ടാണ് ഞാൻ കോഴിക്കോട് ചെല്ലുന്നത്. 5 മണി തൊട്ട് 7:45 വരെ ഞാൻ കാത്തിരുന്നു. 5 മണി തൊട്ട് 7:45 വരെ കോഴിക്കോട് ടൗണിൽ ഞാൻ കാത്തിരുന്നു. പിന്നെ എനിക്ക് കിട്ടുന്ന വിവരം അദ്ദേഹത്തിന് കുറച്ച് ധൃതിയുണ്ട്, അതുകൊണ്ട് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ അദ്ദേഹം പോകില്ലല്ലോ, ഈ പറഞ്ഞ കാര്യമാണല്ലോ. അപ്പോൾ കോൺഗ്രസ്സിലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഈ പറയുന്ന UDF ചെയർമാനുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, അൻവറുമായി നിങ്ങൾ സംസാരിച്ചാൽ ഞാൻ UDF ചെയർമാൻഷിപ്പ് ഞാൻ രാജിവെക്കും. വെരി സതീശൻ, അതെനിക്ക് സഹിക്കാൻ കഴിയില്ല, അതെനിക്ക് എൻ്റെ അഭിമാനക്ഷത ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ആരാണോ നിങ്ങൾ വന്ന് തെരഞ്ഞെടുപ്പ് നടത്തിക്കോ, ഞാൻ പറവൂരിലേക്ക് തിരിച്ചു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞത്. പിന്നെ KC എന്ത് ചെയ്യാൻ പറ്റും? KCക്ക് പരിധികളില്ലേ? അദ്ദേഹത്തിന് അങ്ങേയറ്റത്തെ ആഗ്രഹം ഈ വിഷയം തീരണമെന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാണ്. എന്താ അദ്ദേഹം പറഞ്ഞത്? പിണറായിസത്തിനെതിരെ പോരാട്ടം തുടങ്ങി വെച്ച് MLA സ്ഥാനം രാജിവെച്ചിട്ടാണ് അദ്ദേഹം ഇറങ്ങി വന്നത്. അദ്ദേഹം രാജിവെച്ചത് കൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പുണ്ടായത്. അദ്ദേഹത്തിൻ്റെ വാക്കാണ്. അദ്ദേഹത്തിന് അത് ഓർമ്മയുണ്ട്. പക്ഷെ അത് ഓർമ്മയില്ലാത്ത ചില ആളുകൾ ഇവിടെ ഉണ്ട്.